ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചെറുതുരുത്തിയിൽ വാട്ടർ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി 34ഓളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. പ്ലാൻ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചെറുതുരുത്തിയുടെ പല ഭാഗങ്ങളിലും 34ഓളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത്. ബോട്ടിൽ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം നടന്നു. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഇന്ന് ജനുവരി 1 മുതൽ 7 വരെ മാലിന്യമുക്ത ദിനാചരണമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 34 ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ആദ്യ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. 4 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് 34 ബോട്ടിൽ ബൂത്തുകളാണ് ഇന്ന് സ്ഥാപിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പാലത്തിൻ്റെ സമീപം ബോട്ടിൽ ബൂത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനുവേണ്ടി ക്ഷണിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുന്നു. മാലിന്യമുക്ത നവകേരള പദ്ധതിയിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബോട്ടിൽ ബൂത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി, പഞ്ചായത്ത് മെമ്പർമാരായ പി എ യൂസഫ്, അജിത രവികുമാർ, ബി എം റഷീദ്, താജുന്നിസ, രാധിക, പഞ്ചായത്ത് ജീവനക്കാരായ എ റസീന, സി ആർ സുധാകരൻ, അജീസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. VCB ന്യൂസ്, ചെറുതുരുത്തി.